3 ദിവസം മുമ്പ് എന്റെ വീട്ടുമുന്നിൽ ഒരു ബോക്സ് വന്നു. അയച്ചവൻ ആർ എന്നും എവിടെ നിന്നാണെന്നും ഒന്നും എഴുതിയില്ല. മുകളിൽ ഒരു വരി മാത്രം, തുറക്കരുത്. എനിക്കത് അവിടെ വെച്ച് വിടാമായിരുന്നു. പക്ഷേ അറിയാനുള്ള കൗതുകം എന്നെ വിട്ടുമാറിയില്ല. ഞാൻ അത് തുറന്നു. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവായി. ബോക്സ് വളരെ ഭാരമുള്ളതായിരുന്നു. പക്ഷേ അകത്തുനിന്ന് ഒരു ശബ്ദവും ഉണ്ടായില്ല. നായ കത്തിയെടുത്തു, ടേപ്പ് മുറിച്ചു. ചുറ്റും ഏറി സൈലൻസ്. ഒന്നും സാധാരണ പോലെ തോന്നുന്നില്ല. ബോക്സിനകത്ത് ഒന്നുമില്ല. ഒരു മടിച്ച കാത്തു മാത്രം. അതിൽ ഒരു വരി, ഇത് തുറന്നതോടെ ഇത് നിന്നെ തിരഞ്ഞെടുത്തു. ഇത് എന്നെ തിരഞ്ഞെടുക്കുന്നു. എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ആ രാത്രിക്ക് ശേഷം കാര്യങ്ങൾ മാറിത്തുടങ്ങി. ലൈറ്റുകൾ ഫ്ലിക്കർ ചെയ്യുന്നു. ചില വസ്തുക്കൾ ഞാൻ കാണാത്തപ്പോൾ മാറി നിൽക്കുന്നു. തള്ളിച്ചിട്ട് നീക്കിയ ബോക്സ് മറന്നെത്തന്നെ പിറ്റെന്ന് എന്റെ മേശപ്പുറത്ത്. ഞാൻ വീണ്ടും ബോക്സ് തുറന്നു. ഇന്നും ഒരു കുറിപ്പ് മാത്രം. അതിൽ എഴുതിയിരുന്നത്, ഇപ്പോൾ ഇത് തുറന്നതുകൊണ്ട് ഇത് ഭക്ഷണം ആവശ്യപ്പെടും. ഭക്ഷണം ആർക്ക്? ബോക്സിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. അതേ രാത്രി ബോക്സിനകത്തുനിന്ന് ഒരു ചെറിയ സ്ക്രാച്ചിംഗ് ശബ്ദം. മുതൽ മൃദുവായിട്ട്, പിന്നെ വലിയ, ക്ലിയർ, ഡെസ്പറേറ്റ് സ്ക്രാച്ചിംഗ്. ബോക്സ് തലോടുന്നതുപോലെ ഇളകി തുടങ്ങി. അകത്ത് എന്തോ ജീവിക്കുന്നുണ്ട്. ഞാൻ 3-ാം തവണ ബോക്സ് തുറന്നപ്പോൾ അകത്തൊരു ക്രാക്ക് മിറർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ അത് എന്റെ റിഫ്ലക്ഷൻ കാണിച്ചില്ല. അത് ഞാൻ മരിക്കുന്ന നിമിഷം കാണിച്ചു. കണ്ണാടിയുടെ കീഴിൽ ഒരു അവസാന കുറിപ്പ് അടക്കിയിരുന്നു. അതിൽ എഴുതിയിരുന്നത്, നിന്റെ ഭാവി ഇതിനകം ഇതിന്റെ അകത്താണ്. ഞാൻ വീണ്ടും മിറർ നോക്കിയപ്പോൾ എന്റെ റിഫ്ലക്ഷൻ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അത് എന്നെപ്പോലെ നീങ്ങുന്നില്ലായിരുന്നു. അത് തല തിരിച്ച് പറഞ്ഞു, നീ അത് തുറക്കരുതായിരുന്നു. അടുത്ത നിമിഷം ക്രാക്കായി. ഞാൻ ബോക്സ് കത്തിച്ചു. പക്ഷേ ഇന്നും രാത്രിയിൽ സ്ക്രാച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കാറുണ്ട്. അകത്തു ഉണ്ടായിരുന്നത് തീയിൽ കത്തിയില്ല. അതുണ്ട് ഇപ്പോഴും. അത്തരമൊരു ബോക്സ് നിന്റെ വാതിൽക്കൽ വന്നാൽ തുറക്കുമോ? യെസ് എന്നും നോ എന്നും കൊമന്റ് ചെയ്യൂ. കൂടുതൽ കഥകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.